ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ആദ്യത്തെ ചാപ്റ്ററായ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ആക്ടിവിറ്റീസാണ്. ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിലെ 5 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 12 ആക്ടിവിറ്റീസുമാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ഹാർമണി ഓഫ് മാർവൽസ്. ഓക്കെ, അതിൽ 3 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റുള്ളത്. ഒന്ന് എ റോബോട്ട് വിത്ത് എ വൈറസ്, ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, അതൊരു പോയമാണ്. പിന്നെ അടുത്തത് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്, ഒരു ട്രാവലോഗാണ്. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? എ റോബോട്ട് വിത്ത് എ വൈറസ്. അറിയാലോ, എല്ലാവരും സ്റ്റോറിയൊക്കെ വായിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും സ്റ്റോറിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വൈറസ് ബാധിച്ച റോബോട്ട്, എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ്. അതേപോലെ തന്നെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇതൊരു റോബോട്ടും അതേപോലെ തന്നെ റിക്കി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ് അല്ലേ. ഒരു റിക്കി എന്ന യങ് ബോയുടെ കഥയാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ആദ്യത്തെ റിക്കി എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. വളരെ കെയർലെസ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ കഥയുടെ അവസാനം വരുമ്പോൾ അവനൊരു എഫിഷ്യൻറ്റ് ബോയ് ആയി മാറുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? ഇവിടെ സ്ലോവൻലി എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർലെസ്ലി. അപ്പോൾ റിക്കിയുടെ ഹാബിറ്റ്സൊക്കെ ഇവിടെ ഒരു കെയർലെസ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? He threw all his belongings all over the house. അവൻ്റെ സാധനങ്ങളൊക്കെ അവനെന്താണ് വീട്ടിൽ മുഴുവനോ അങ്ങനെ എറിയലായിരുന്നു. He threw all his belongings all over the house. വീട്ടിൽ മുഴുവനും ചിന്നി ചിതറി അങ്ങോട്ട് എറിയലായിരുന്നു. His mother had to collect them ഫ്രം എവറി കോർണർ ഓഫ് ദ ഹൗസ്. അപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ വീട്ടിലെ എല്ലാ കോർണറിനും അവൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് റിക്കി ഹാബിറ്റ്സ് ആസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി എന്ന് പറഞ്ഞാൽ കെയർലെസ്ലി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹൗസ് ഹോൾഡ് ചോർസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? അപ്പോൾ ഈ ബട്ട്ലർ റോബോട്ടിനെ അച്ഛൻ മേടിച്ചു കൊണ്ടുവന്നു. അതെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? എന്താണ്? കുക്കിംഗ് ചെയ്യും, ക്ലീനിങ് ആൻഡ് അയണിങ് അല്ലേ. കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പം ബട്ട്ലർ റോബോട്ട് ദാറ്റ് വാസ് എ റോബോട്ട് ഡിസൈൻഡ് ടു ഹൗസ് ഹോൾഡ് ചോർസ് സച്ച് ആസ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? കൈയോടെ പിടിച്ചു എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? അപ്പോൾ എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? റിക്കി സോ ദ റോബോട്ട് കളക്ടിങ് ഹിസ് തിങ്സ് ആൻഡ് ഹൈഡിങ് ദിം ഇൻ ദ സ്റ്റോർ റൂം. അപ്പോൾ റിക്കി എന്താണ് കണ്ടത്? റോബോട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് ഒളിച്ചു വയ്ക്കുന്നു. ഹൈഡിങ് ദം ഇൻ ദ സ്റ്റോർ റൂം. ഇറ്റ് മീൻസ് ഹി കോട്ട് ദ റോബോട്ട് വൈൽ സ്റ്റീലിംഗ് ഓർ ഹൈഡിങ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങൾ കട്ടെടുക്കുകയാണോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയാണോ ഒന്നും അവനക്ക് അന്നേരം അറിയില്ല. അപ്പോൾ എന്തോ അവന് അത് കണ്ടുപിടിച്ചു, അവനത് കയ്യോടെ കണ്ടുപിടിച്ച് അത് നേരിട്ട് കാണുകയാണ്. ഓരോ സാധനം എടുക്കുന്നു റോബോട്ട്, എന്നിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോകുന്നത്. അതിൻ്റെ പേർപ്പസ് എന്താണെന്നോ അവനക്ക് അന്നേരം അറിഞ്ഞിരുന്നില്ല. അതാണ് ഇവിടെ മെൻ ചെയ്യുന്നത്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടിക്കുക. ഒരു കള്ളത്തരം നമ്മൾ കയ്യോടെ പിടിക്കില്ല, അതിനെയാണ് പറയുന്നത്. Here sir, I did know it was bothering you. What does the robot mean? അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. ദ റോബോട്ട് മെൻ ദാറ്റ് ഇറ്റ് വാസ് എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അപ്പോൾ റോബോട്ട് എന്താ പറഞ്ഞത്? ഇതിനെ കൊണ്ട് എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ മാക്സിമം എഫിഷ്യൻസി. ഞാൻ പരമാവധി കാര്യക്ഷമത ഉള്ള ഒരു മെഷീനാണ്, അങ്ങനെയാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്നാണ് റോബോട്ട് പറഞ്ഞിരിക്കുന്നത്. ടു collect unwanted items and send them to people who needed them.
അതായത് അൺവാണ്ടഡ് ഐറ്റംസ്, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ശേഖരിച്ച് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ രീതിയിലുള്ള പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു റോബോട്ടാണ് ഞാൻ എന്നാണ് റോബോട്ട് പറയുന്നത്. ഓക്കെ, ദ റോബോട്ട് meant that it was a maximum efficiency machine programmed to collect unwanted items and send them to people who needed them. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? റിക്കിയുടെ ബിഹേവിയറിൽ വന്ന മാറ്റം എന്തായിരുന്നു എന്ന് അല്ലേ? വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? അപ്പോൾ റിക്കിയുടെ ബിഹേവിയറിൽ എന്ത് മാറ്റമാണ് വന്നത്? അപ്പോൾ നമ്മൾ കഥയുടെ ആദ്യത്തിൽ വന്ന റിക്കിയല്ല അവസാനം കാണുന്നല്ലേ. ഹി ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. അതായത് റോബോട്ടിനെ പോലെ തന്നെ അവനും ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയായി മാറി. ട്രീറ്റഡ് ഹിസ് തിങ്സ് വിത്ത് റിയൽ കെയർ. അവൻ്റെ സാധനങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ചു. ആൻഡ് മെയ്ഡ് ഷുവർ നോട്ട് ടു ബൈ അൺനെസസറി തിങ്സ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാതിരിക്കാൻ അവന് ശ്രദ്ധിച്ചു. ബട്ട് ഹി ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്, ട്രീറ്റഡ് ഹിസ് തിങ്സ് വിത്ത് റിയൽ കെയർ ആൻഡ് മെയ്ഡ് ഷുവർ നോട്ട് ടു ബൈ അൺനെസസറി തിങ്സ്. ഇനി അടുത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. നമുക്ക് മൊത്തത്തിൽ 10 ആക്ടിവിറ്റീസാണ് ഉള്ളത്. നമ്മൾ 5 ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ഓർഡർ. കുറച്ച് ഈ ഒരു സ്റ്റോറിയിലെ ഈവൻറ്റ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ദർ ആർ സം ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി, റീഡ് ദം കെയർഫുള്ളി. അതിനെ സൂക്ഷ്മതയോടെ വായിക്കുക, എന്നിട്ട് അത് അറേഞ്ച് ചെയ്യാനാണ്. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം. റിക്കി സെർച്ചസ് ഫോർ ദ മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി മിസ്സായ ഫുട്ബോളും ടീഷർട്ടിനൊക്കെ നോക്കുകയാണ്, അന്വേഷിക്കുകയാണ്. റിക്കീസ് പാരൻസ് പർച്ചേസ് എ ബട്ട്ലർ റോബോട്ട്. ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. റിക്കീസ് കംപ്ലൈൻറ്റ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ പറ്റി പാരൻസിനോട് കംപ്ലൈൻറ്റ് പറയുന്നു. റിക്കീസ് മദർ ഗേവ് ഹിം ചോർസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. വീട്ടുജോലിയൊക്കെ ചെയ്യാൻ റിക്കീസ് മദർ ഗീവ്സ് ഹിം, അങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ പറയുന്നു. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. റിക്കി അവൻ്റെ സാധനങ്ങളൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. നല്ല കാര്യക്ഷമതയുള്ള കുട്ടിയാവാൻ അവൻ തീരുമാനിക്കുകയാണ്. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അവന് നേരത്തെ എണീച്ച് അവൻ്റെ റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആക്കാൻ നോക്കുകയാണ്. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. ബട്ട്ലർ റോബോട്ടിൻ്റെ പിറകെ നടന്ന് അതെന്തൊക്കെ ചെയ്യുന്നതെന്ന് സ്പൈ വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. കൈയോടെ പിടിക്കുകയാണ്. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അവനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. അവൻ എങ്ങനെയൊക്കെയാണ് കെയർലെസ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അവൻ ഉപയോഗിച്ചതെന്ന് ആലോചിച്ച് അവനിക്ക് തന്നെ ലജ്ജ തോന്നണം. ഷെയിം വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഈവൻറ്റ്സിന് നമ്മൾ ഓർഡറിൽ എഴുതണം. ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. ലാസ്റ്റ് എന്താണ്? റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അതാണ് ഫസ്റ്റ് ലാസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. റിക്കി പാരൻസ് പർച്ചേസ് ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. രണ്ടാമത് വരുന്നത് റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോർസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. മൂന്നാമത് വരുന്ന റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. നാലാമത്തേത് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. നെക്സ്റ്റ് വരുന്നത് റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. അടുത്ത് വരുന്ന റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. റിക്കി ക്യാച്ച് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. നെക്സ്റ്റ് വരുന്നത് റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. ഒമ്പതാമത് വരുന്ന റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. ലാസ്റ്റ് വൺ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ പാരഗ്രാഫ് യൂസിങ് ദ ഈവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബോവ്. അപ്പം നേരത്തെ പറഞ്ഞ ഈവൻറ്റ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. റിക്കി പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. ഹിസ് മദർ ഗിവ്സ് ഇറ്റ് ചോർസ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. ഹി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് football. He complains to his parents about the butler robot. He follows the butler robot around the house
to spy on it. He catches the butler robot red-handed. He becomes ashamed of how he treated his belongings. He starts taking care of his possessions. അപ്പം നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. വി സോ ദ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസ് റിക്കിയുടെ സ്വഭാവത്തിൽ കണ്ടു. സ്റ്റോറിയുടെ ആദ്യം കണ്ട റിക്കിയല്ല, സ്റ്റോറിയുടെ അവസാനം. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എഴുതാനാണ്. റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. നെക്സ്റ്റ്, റിക്കി ട്രീറ്റഡ് തിങ്സ് കെയർലെസ്ലി. ഡിസൈഡഡ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. നെവർ തോട്ട് അബൌട്ട് പുവർ പീപ്പിൾ. പാവപ്പെട്ട ആൾക്കാരെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. ഡിസൈഡഡ് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ തീരുമാനിച്ചു. ഓൾവേസ് ബോട്ട് അൺവാണ്ടഡ് ഐറ്റംസ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിരുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. സ്റ്റോപ്ഡ് ബൈയിങ് തിങ്സ് നോട്ട് നെസസറി. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന സ്വഭാവമേ നിർത്തി. ഹി ത്രോസ് തിങ്സ് കെയർലെസ്ലി. സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുമായിരുന്നു. ഹി ബിക്കെയിം വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ഒരു കോൺവെർസേഷനാണ്. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ആൻഡ് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ റിക്കി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് അച്ഛൻ ഇങ്ങനെ ഒരു റോബോട്ട് വാങ്ങിയ കാര്യവും അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കോൺവെർസേഷൻ നിങ്ങളോട് എഴുതാനാണ്. അപ്പോൾ റിക്കി പറയുകയാണ്, ഹേ ദർ ഈസ് എ സർപ്രൈസ് ന്യൂസ്. ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. ടെൽ മീ വാട്ട്സ് ഹാപ്പനിങ്. മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങി. ഫോർ വാട്ട്? എന്തിനാണ് വാങ്ങിയത്? ടു ഡു ഹൗസ് ഹോൾഡ് ചോസ്. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനാണ്. വാട്ട് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്? അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട്? ഇറ്റ് ടേക്സ് മൈ തിങ്സ് ആൻഡ് ഹൈഡ്സ്. അത് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗോട്ട് വൈറസ്. എനിക്ക് തോന്നുന്നു അതിനെന്തോ വൈറസ് പറ്റിക്കുന്നെന്ന്, വൈറസ് കയറിയിരിക്കുന്നെന്നാണ് തോന്നുന്നത്. റോബിൻ, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഓ, എന്നാൽ പിന്നെ ഭയങ്കര അപകടമായല്ലോ എന്ന് പറയുകയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിലുള്ള ഒരു പാർട്ട് വായിക്കാനാണ്. വായിച്ച് നോക്കാം. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു ഉപകരണമാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ നോക്ക്. അപ്പോൾ റിക്കി പറയാണ്, അതിനെ എതിർത്ത് പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഉപകാരത്തിനേക്കാൾ ദോഷമാണ് അത് ചെയ്യുക എന്ന് പറയാം. ഫാദർ, യു ആർ റോങ്. നീ പറഞ്ഞ തെറ്റാണ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. ഒരു റോബോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്നും നിനക്കറിയാൻ പാടില്ല റിക്കി. ഐ കാൻറ്റ് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളുമായി യോജിക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഇപ്പോൾ റോബോട്ട് ഒരു വലിയ പ്രശ്നമാവും അത് പ്രോപ്പർലി പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ എന്ന് ആര് പറയാണ്? റിക്കി പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നില്ല. അപ്പോൾ റോബോട്ടൊക്കെ ഭയങ്കര പ്രശ്നമാവും. യന്ത്രം പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണ് റോബോട്ട് അവസാനം വലിയ പ്രശ്നമാവുന്നത്. അതേപോലെയാണ് റിക്കി പറയുന്നത്, ഇറ്റ് വിൽ ബി വെരി ഡേഞ്ചറസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസ്അഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ ഡിസ്അഗ്രിമെൻറ്റ് സൂചിപ്പിക്കുന്ന ആ ഒരു സെൻറ്റൻസ് എഴുതാനാണ്. അപ്പം നമുക്ക് ആദ്യത്തേൽ നോക്കാം. അച്ഛൻ ഒരു കാര്യം പറയുന്നു, അപ്പോൾ അവൻ അതിനെ എതിർക്കണം. ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെയാണെന്ന് കരുതില്ല. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ അച്ഛൻ അതിനെ എതിർക്കണം. യു ആർ റോങ്. നീ തെറ്റാണ് പറഞ്ഞത്. അപ്പോൾ റിക്കി അതിനകത്ത് ഐ കാൻറ്റ് അഗ്രി വിത്ത് യു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 5. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി. നൗ ലെറ്റ് us find out what അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അപ്പോൾ അതുലും അഞ്ജും റോബോട്ടിനെ പറ്റി പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം. ഞാൻ വിചാരിക്കുകയാണ് റോബോട്ട്സൊക്കെ നല്ല അടിപൊളിയാണെന്ന്. ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആര് പറയാണ്? അതുൽ പറയണം. അപ്പോൾ അഞ്ച് പറയും, യെസ് അതുൽ, ഐ അഗ്രി. ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. അതൊക്കെ ശരിയാണ്. പിന്നെ പക്ഷേ അവർക്ക് കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്ന് അഞ്ചു പറയണം. അപ്പോൾ അത് പറയാം, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ് ബട്ട് ലെറ്റ് us talk about the advantages first. റോബോട്ട് ക്യാൻ വർക്ക് 24 വിത്തൗട്ട് ഗെറ്റിംഗ് ടയർഡ്. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ആദ്യം റോബോട്ടിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് സംസാരിക്കാം. അതിന് ആ ദിവസം മുഴുവൻ 24 മണിക്കൂറും ഒരു ക്ഷീണവും ഇല്ലാതെ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. അഞ്ചു,
Yeah, that is true. അത് ശരിയാണ്. They can't like they can be like super helpers. അവയ്ക്ക് സൂപ്പർ ഹെൽപ്പറാക്കാൻ സാധിക്കും, എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വേർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. പ്രത്യേകിച്ച് ഫാക്ടറീസിലൊക്കെ ഒരു ക്ഷീണവും ഇല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിൽ എക്സാക്ട്ലി. ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ. അപ്പോൾ മനുഷ്യന്മാർക്ക് അപകടകരമായ പല സ്ഥലങ്ങളിലും അവർക്ക് പോകാൻ കഴിയും. ലൈക്ക് ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്, ബഹിരാകാശത്ത്, അല്ലെങ്കിൽ പിന്നെ സീയുടെ അതായത് കടലിൻ്റെ ആഴങ്ങളിലൊക്കെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അത്തരം സ്ഥലങ്ങളിലേക്ക് റോബോട്ടിനെ കൊണ്ടുപോകാൻ പറ്റും. അഞ്ചു, ഐ സീ യുവർ പോയിൻറ്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട് ടേക്കിംഗ് ജോബ്സ് എവേ ഫ്രം പീപ്പിൾ? അതൊക്കെ ശരിയാണ്, പക്ഷേ മനുഷ്യരുടെ ജോലി ഇല്ലാതാക്കുന്നതിനെ പറ്റി നിനക്കെന്താ അഭിപ്രായം? യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ. നീ പറഞ്ഞാൽ ശരി തന്നെയാണ്. ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. പക്ഷേ റോബോട്ടിക്സിൻ്റെ ഫീൽഡിൽ എന്താക്കാം, പുതിയ ജോലികളൊക്കെ ഉണ്ടാക്കാമല്ലേ. റോബോട്ടിന് ആരെങ്കിലും ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു റോബോട്ടിക്സ് വിഭാഗത്തിൽ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാണ് അതിൽ പറയുന്നത്. അഞ്ച്, that is true, but not everyone can afford robots. They can be expensive to build and maintain. ഇതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും ഈ റോബോട്ടിനെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. എന്താണ്, അത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതിൽ പറയാം, I agree. Cost can be a problem, but think how they can help differently abled people. അതൊക്കെ ശരിയാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കാൻ റോബോട്ടിന് പറ്റും. ദാറ്റ് ഈസ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ്യൂസ് ഇൻ മെനി വേസ്. റോബോട്ട്സിന് ജീവിതം പല വിധത്തിലും ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ദ സെൻറ്റൻസ് ഷോ അബൌട്ട് അഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളോട് യോജിപ്പും അതേപോലെ തന്നെ വിയോജിപ്പും ഉണ്ടല്ലേ അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളിൽ. റൈറ്റ് ദ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ് അഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ അവർ അത് അഗ്രി ചെയ്ത് അതിനോട് റോബോട്ടിനോട് യോജിച്ച് എന്തൊക്കെ ആണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഇവിടെ എഴുതുക. അതേപോലെ ഡിസഗ്രി ചെയ്ത കാര്യങ്ങൾ അപ്പർ സൈഡിലും എഴുതുക. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. I agree they can do core stuff. Robots can work 24 hours without getting tired. That is true, but not everyone can afford robot. Exactly, and they can go to places that are too dangerous for people like the deep sea or outer space. I agree cost can be a problem. That is a great advantages. But what about robots taking job away from people? ജനങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നത് ഒരു ഡിസഗ്രിമെൻ്റ് ആണ്. ബൈയിങ് റോബോട്ട്സ് ഇസ് ടു എക്സ്പെൻസീവ്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലെറ്റ് us conduct a debate in the class on we cannot live without mobile phones. നമുക്ക് ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ ടോപ്പിക് എന്താണ്? വി cannot live without mobile phones. മൊബൈൽ ഫോൺ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഫോം 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദ അഗ്രിമെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ഒപ്പോസിറ്റ്. അപ്പോൾ എയും ബിയും 2 ഗ്രൂപ്പ് ഉണ്ടാക്കുക. എ എന്താണ്, അതിനെ അഗ്രി ചെയ്യുന്ന ആൾക്കാരാവണം. ബി അതിനെ ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാർ. എ പറയുന്ന ഒരു മോഡറേറ്റർ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൊബൈൽ ഫോണിൻ്റെ യൂസ് പറയാം. ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ ഫോൺ നമുക്കെല്ലാം അറിയാം, ഈസിയാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് സാധ്യമാകുന്നത് ഈ മൊബൈൽ ഫോൺ കൊണ്ടാണ്. ടൈം വേസ്റ്റായി പോകുന്നുണ്ട്, അതും ഒരു സത്യമാണ്. കീപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ടച്ച്. അപ്പോൾ നമുക്ക് ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്കിപ്പോൾ ഒരുപാട് ദൂരമുള്ള ഒരാളെ പോയി കാണണമെങ്കിലൊക്കെ ഒരുപാട് എക്സ്പെൻസാണ്, ഒരുപാട് സമയമെടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഫോൺ വിളിയിൽ എന്താക്കാം, നമുക്കിപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് വരെ നമുക്ക് കാണാം. കീപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ടച്ച്. സ്റ്റുഡൻസ് ക്യാൻ ആക്സസ് സ്റ്റഡി മെറ്റീരിയൽ. ഇപ്പോൾ സ്റ്റുഡൻസിന് വളരെയധികം പ്രയോജനപ്രദമാണ് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഹെൽപ്സ് പീപ്പിൾ സ്റ്റേ സേഫ് ബൈ പ്രൊവൈഡിങ് ആക്സസ് ടു എമർജൻസി സർവീസസ്. ഇപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ഇന്ന് ആൾക്കാർക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം, ഇനി നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി വിളിക്കണമെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇന്ന്
എന്ത് നമുക്ക് ആവശ്യമാണ്, മൊബൈൽ ഫോൺ ആവശ്യമാണ്. ക്യാപ്ചർ മെമ്മറീസ് വിത്ത് മൊബൈൽ ക്യാമറാസ്. പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നില്ലേ, ആ ഫോട്ടോസ് പണ്ട് നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോസൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, അന്ന് ക്യാമറ മാത്രമായിരുന്നു ഉള്ളത്. ഇന്ന് എല്ലായിടത്തും മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഓക്കെ, ഈസിലി ട്രാൻസ്ഫർ മണി ടു എനി ബാങ്ക് അക്കൗണ്ട് അറ്റ് എനി ടൈം. നമുക്ക് പൈസ ഗൂഗിൾ പേ, പേടിഎം എങ്ങനെ അതുപോലെയുള്ള പിന്നെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് യൂസ് മൊബൈൽ ഫോണുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ ലൈറ്റ് ക്യാൻ കോസ് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്. നമ്മൾ നിരന്തരം ഈ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. ഓക്കെ, പ്രൈവസി ക്യാൻ ബി റിസ്ക്. ഇന്ന് നമുക്ക് എന്തും നമ്മുടെ എല്ലാ ഡാറ്റകളും ഇന്ന് നമ്മുടെ നെറ്റ്വർക്കിലാണ്. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈവൻ ഒരു ഫോട്ടോ എടുത്താൽ വരെ നമ്മൾ ഗൂഗിൾ മെമ്മറീസിൽ അത് ഗൂഗിളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് പ്രൈവസി എന്നുള്ളൊരു സംഭവം നമുക്ക് ഇന്നില്ല. ഇറ്റ് മേ കോസ് നോയ്സ് പൊല്യൂഷൻ ഇൻ പബ്ലിക് ഏരിയാസ്. ചില ആൾക്കാരൊക്കെ വളരെ അശ്രദ്ധമായിട്ട്. ഇനി അടുത്തത്, എക്സ്റ്റെൻഡഡ് യൂസേജ് മേ കോസ് ഹെൽത്ത് പ്രോബ്ലം. യൂസിങ് വൈൽ ഡ്രൈവിംഗ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതൊരു അഡിഷനായിട്ട് പോവാം. മൊബൈൽ ഫോൺ യൂസേജ് റീൽസ് കണ്ട് നമ്മളതിന് അഡിക്റ്റ് ആവാം. നമ്മുടെ ടൈം ഒരുപാട് പോവും, നമ്മുടെ സമയങ്ങൾ ഒരുപാട് പോവും. നമ്മൾ അതിൽ തന്നെ മുഴുകിയിരുന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ പഠനത്തിൽ നമുക്ക് ശ്രദ്ധയില്ലായ്മ, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോവാതെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് മൊബൈൽ ഫോൺ വളരെയധികം ഉപകാരമാണ്. നെക്സ്റ്റ് നോക്കാം, അടുത്ത ആക്ടിവിറ്റി നോക്കാം. Okay. Sarah has bought a washing machine from popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get repaired. അപ്പോൾ സാറ എന്ത് വാങ്ങി, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി. അപ്പോൾ അത് അൺഫോർച്യുനറ്റ്ലി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഇമെയിലിൽ കൂടെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ 2 ഇവിടെ നമ്മൾ എഴുതണം. അതേപോലെ സബ്ജക്റ്റ് എന്താണ് ഇവിടെ, കംപ്ലയിൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ എന്താ എഴുതുക, എന്ന് എഴുതാം. ഓക്കെ, I purchased a washing machine from your company a few weeks ago, but it is not working now. Kindly attend to the issue at the earliest. Copies of necessary documents are attached. Sarah. ഓക്കെ, ഇനി അടുത്ത എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, റിക്കി കെപ്റ്റ് എ കംപ്ലയിൻറ്റ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ബട്ട് ദേ ഡിഡ്ന്റ് ലിസൺ ടു ദം. അപ്പോൾ റിക്കി അതേപോലെ തന്നെ ഈ റോബോട്ടിന് വൈറസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊന്നും കൂട്ടാക്കിയില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലയിൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ടു റീപ്ലേസ് ദ മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ ഈ റോബോട്ടിനെ മിസ് പ്രോഗ്രാം ചെയ്ത ഈ റോബോട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഒരു കംപ്ലയിൻറ്റ് എഴുതാണ്. ത്രൂ ഇമെയിലാണ്. അപ്പോൾ ഫ്രം റിക്കിയുടെ ഇമെയിൽ കൊടുത്തു, ടു നമ്മൾ ഏതാണോ ആ മാനേജ്മെൻറ്റിൻ്റെ ഇമെയിൽ കൊടുത്തു. സബ്ജക്റ്റ് എന്താണ്, കംപ്ലയിൻറ്റ് റിഗാർഡിങ് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. യെസ്, മൈ പാരൻസ് ഹാവ് റീസെൻ്റ്ലി ബോട്ട് എ ബട്ട്ലർ റോബോട്ട് ഫ്രം യുവർ കമ്പനി. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി നൗ ഡേയ്സ്. അപ്പോൾ എൻ്റെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വാങ്ങി. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, അത് നന്നായി വർക്ക് ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗോട്ട് എ വൈറസ് ഉണ്ടെന്ന് തോന്നുന്നു. കൈൻഡ്ലി അറ്റൻഡ് to the issue to the earliest and do the needful to replace the faulty robot. അപ്പോൾ ഈ ഫോൾട്ടി റോബോട്ടിനെ മാറ്റാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. താങ്ക് യു റിക്കി. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്രോസ്വേർഡ് പസിൽസ് റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് ചോർസ് ഫോളോയിങ് ദ ഡയറക്ഷൻ ഗിവൻ വില. ക്ലീൻ വിത്ത് വാട്ടർ, എന്താണ്, വാഷ്. ഫ്രീ ഫ്രം ഡേർട്ട് ക്ലീൻ. തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോസ് ക്ലീനും. ഫ്ലോസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, മോപ്പ്, MOP. ഇനി ഡൗണിലേക്ക് നമുക്ക് ക്ലീനിങ് വിത്ത് ബ്രൂം എന്ന് പറഞ്ഞാൽ സ്വീപ്പ്. ഓക്കെ, ചൂലുകൊണ്ട് അടിച്ച് വരുന്നതിന് എന്താ പറയുക, സ്വീപ്പ്. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അപ്പോൾ ചോപ്പ് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്യുന്നതിന് എന്താ പറയുക, ചോപ്പ് ചെയ്യുക. ഇനി നമുക്ക് 8ാമത്തെ ആക്ടിവിറ്റി നോക്കാം. Ricky's mother wanted him to do various household jobs here, what she keeps telling him. അപ്പോൾ അവന് കുറച്ച് വീട്ടുകാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, റിക്കി കീപ് യുവർ ബാഗ്
സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി നിൻ്റെ സ്കൂൾ ബാഗ് നീ സ്റ്റഡി റൂമിൽ വെക്കൂ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനിലേക്ക് നിൻ്റെ ക്ലോത്ത്സ് ഇടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നീ നിൻ്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ടീഷർട്ടും ട്രൗസറൊക്കെ നീ അയൺ ചെയ്യും. യുവർ പാരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു ഡു സർട്ടൻ ഡേയ്സ്, റൈറ്റ് എ ഫ്യൂ ദം. നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡു യുവർ ഹോംവർക്ക്, വാഷ് യുവർ ലഞ്ച് ബോക്സ്, ക്ലീൻ യുവർ റൂം, സ്റ്റഡി വെൽ, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ലോണ്ട്രി ബോക്സ് എന്നൊക്കെ നിങ്ങളുടെ അമ്മയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ? ഇനി അടുത്തത്, ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. അപ്പോൾ നമ്മൾ അമ്മയോട് എങ്ങനെയൊക്കെയാണ് പറയുക? മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ ഒന്ന് സഹായിക്കുക. അപ്പോൾ നമ്മൾ പ്ലീസ്, ഒരാളോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാൻ പറയുമ്പോൾ നമ്മൾ പ്ലീസ് ഒന്ന് ഉപയോഗിക്കും. മദർ പ്ലീസ് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. കുറച്ച് വെള്ളം തരുമോ? ഡാഡ് പ്ലീസ് ഡ്രോപ്പ് മീ അറ്റ് സ്കൂൾ. എന്നെ സ്കൂളിൽ കൊണ്ടേ ആക്കുക അച്ഛ. മദർ പ്ലീസ് വാഷ് മൈ ക്ലോത്ത്സ്. മദർ പ്ലീസ് ഹെൽപ്പ് മീ ടു പിൻ മൈ ഹെയർ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്ത ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറിയിലുള്ള ഒരു പാരഗ്രാഫാണ്. Off he went running to his parents. Father, this butler robot is faulty. He has fridged my things. I think they programmed him badly. Let us send him off. Now the sentence given in italics. അപ്പോൾ ഇവിടെ ഇറ്റാലിക്സിൽ ചെരിച്ച് കൊടുത്ത കുറച്ച് വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. Sentence like the above refer to an action completed in the past having its relevance in its presence. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്, പക്ഷേങ്കിൽ ഇപ്പോൾ പ്രസൻറ്റിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ട്രൈ ടു ഫൈൻഡ് സെൻറ്റൻസ് ഓഫ് സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ഇൻ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസ് നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിന് എടുത്ത് എഴുതാനാണ്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. അപ്പം ഞാനിവിടെ 30 years ആയിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം ജീവിച്ചതും ഞാൻ 30 years ജീവിച്ചു, പണ്ടുള്ള നടന്നാണ്, പക്ഷെ എപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. പാസ്റ്റിലും അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പ്രസൻറ്റിലും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. അപ്പോൾ അതും എന്താണ് ഈ ഒരു ഇതിൽ നമുക്ക് എഴുതാം. ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. My children advised me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പാസ്റ്റിലും പ്രസൻറ്റിലും റെലവൻസ് ഉള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എനിത്തിങ് യു ലൈക്ക് ടു ഹാവ്, ബട്ട് ഗവൺമെൻറ് ഹാസ് പ്രോമിസ്ഡ് ദ റെസിഡൻസ് ഹിയർ ഇൻ ന്യൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു കം അപ്പ് സൂൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെഴുതി. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. അടുത്തത് 10ാമത്തെ ആക്ടിവിറ്റിയാണ്. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവയൺമെൻറ്റ് ഡേ. എൻവയൺമെൻറ്റ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഓക്കെ, അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. ഇതിൽ നമ്മൾ കണ്ടൻറ് ഉണ്ട്, അതേപോലെ തന്നെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലേ ഔട്ട് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. ഓക്കെ, വാട്ട് ഫങ്ഷൻ ഡു ദേ സെർവ്. അപ്പോൾ ഇതെന്താണ് ഈ ഒരു പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു എഡ്യൂക്കേറ്റ്, അതേപോലെ ടു ഗീവ് അവെയർനെസ്, ടു പ്രൊമോട്ട് സോഷ്യൽ കോസ്. കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. നമ്മൾ ഓരോ പോസ്റ്ററും എടുത്ത് അത് നമ്മൾ എൻവയോൺമെൻറ്റ് ഡേ ആവാം, അതേപോലെ തന്നെ റീഡിംഗ് ഡേ പോസ്റ്റേഴ്സ് ആവാം. അപ്പോൾ ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗീവ് സം എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നതിന് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? യെസ്, they have a special kind of language. The content will be precise and captivating, attractive image will be there. അപ്പോൾ എന്താ ചെയ്യാം? ഈ ഒരു പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, അട്രാക്റ്റീവാണ്, കാര്യങ്ങൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോസ്റ്റേഴ്സിന് കഴിയും. പിന്നെ വളരെ ചുരുങ്ങിയ, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഈസ് എവരിവെയർ, അല്ലെങ്കിൽ ഡോണ്ട് കിൽ യുവർ ബെസ്റ്റ് ഫ്രണ്ട്, കിൽ അവർ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ചുരുങ്ങിയ ഒരു സെൻറ്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്, സ്ലോഗൻസ്. ഓക്കെ,
അപ്പം നമുക്ക് ഇനി സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞത്. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. എക്സസീവ് യൂസ് ഓഫ് ഗാഡ്ജറ്റ്സ് കോസ് ബിഹേവിയർ ചേഞ്ച്. ഗാഡ്ജറ്റ്സ് ലെറ്റ് ടു പുവർ കോൺസെൻട്രേഷൻ. Gadgets led to improper lifestyle. Lack of communication with others affect brain development, causes health issues. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. As the rich is home, we use a number of gadgets to make our work easier. They educate and entertain us too, but often they are misused. Design a poster on the misuse of electronic gadget. നമുക്ക് ഇനി അടുത്തുള്ള എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്ററാണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ ചാപ്റ്റേഴ്സും ആണ്. നമ്മുടെ വീട്ടിലും ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എക്സസീവ് മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം എഫക്റ്റീവ് ഓഫ് ഗാഡ്ജറ്റ് ഓവർലോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.